ഇത് നമുക്ക് മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള കുറച്ച് വ്യത്യാസം നമ്മൾ നോക്കാം. നേർക്ക് ഏതാണ് ഒരു വൈഡർ കൺസെപ്റ്റായിട്ട് പറയുന്നത്? മാർക്കറ്റിംഗ് ആണ്. സെല്ലിംഗ് ഒരു നാരോ കൺസെപ്റ്റായിട്ടാണ് സാധാരണ നമുക്കങ്ങനെ പറയുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത് വളരെ നാരോ ആണ് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറയുന്നത് ഒരു ബേസ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ മാർക്കറ്റിംഗ് എവിടെ തുടങ്ങുന്നു? ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ആഫ്റ്റർ സെൽ. പ്രൊഡക്ഷന് മുന്നേ നമ്മൾ തുടങ്ങുന്നുണ്ട്, ദെൻ സെയിലിന് ശേഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ വരും. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെല്ലിംഗ് എപ്പോഴാണ്? ബിഗിൻ ആഫ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ് വിത്ത് സെയിൽ. അത് പ്രൊഡക്ഷന് ശേഷം മാത്രം ആരംഭിക്കുന്നു, സെയിലോടുകൂടി അവസാനിക്കുന്നു. ഒരു എയിം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ലോങ് ടേം ആണ്, ഗ്രോത്ത് സ്റ്റെബിലിറ്റി ഒക്കെ വരും. ഇവിടെ സെല്ലിംഗ് ഷോർട്ട് ടേം ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നാണ് ഇതിൽ നോക്കുന്നത്. ദെൻ നമ്മൾ കൺവേർട്ട് ഒരു പോയിൻ്റ് ഇട്ടാട്ടോ, കസ്റ്റമേഴ്സ് നീഡ്സിനെ പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ് മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത്. ഇവിടെ പ്രൊഡക്റ്റിനെ ക്യാഷാക്കി മാറ്റുകയാണ്. ദെൻ ഇതിൻ്റെ ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം എന്നൊക്കെ നമുക്ക് പറയാം, പ്രോഫിറ്റ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് മാർക്കറ്റിംഗ്. ഇവിടെ പ്രോഫിറ്റ് ടു സെയിൽസ് വോളിയാണ്. സെയിൽസ് വോളിയം, വിൽപ്പനയുടെ തോത് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇതാണ് രണ്ടും തമ്മിലൊരു താരതമ്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. നമുക്ക് വേണമെങ്കിൽ ടു കമ്പനീസ്, ടു കൺസ്യൂമേഴ്സ്, ഇങ്ങനെ പല രീതിയിൽ നമുക്കതിന് തരംതിരിക്കാം. വളരെ സിമ്പിളാണ്. കമ്പനീസിനെ സംബന്ധിച്ച് എന്താണ്? ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ, ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ, ഹെൽപ്സ് ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, എക്സ്പാൻഡ് ഗ്ലോബൽ പ്രസൻസ്, ടു ഏൺ ഗുഡ് വിൽ. ഇതൊക്കെ കമ്പനിയെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് വളരെ റെലവൻ്റ് ആകാനുള്ള കാരണം ഇതൊക്കെയാണ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചതാണ് പ്രൊവൈഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്, ഇംപ്രൂവ് നോളജ് ഓഫ് കൺസ്യൂമേഴ്സ്, ഹെൽപ്പ് ഇൻ സെലക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സോ ഇതൊക്കെയാണ് ഇവരെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റും. അതൊക്കെ കുറച്ച് പോയിൻറ്റ്സ് ആണ്, ഒന്ന് മൈൻഡിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാൽ മതി. ദെൻ ഒരു സൊസൈറ്റിക്ക് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഫേം ആൻഡ് സൊസൈറ്റി. അതാണ് സൊസൈറ്റീൻ്റെ പ്രധാനമായിട്ടുള്ള നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക, അല്ലേ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് റൈസ് ചെയ്യുക, പിന്നെ ക്രിയേറ്റ് യൂട്ടിലിറ്റീസ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, സോഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, പിന്നെ മേക്സ് ലൈഫ് ഈസിയർ, പിന്നെ എൻറിച്ച് സൊസൈറ്റി. ഒക്കെ ഇത്തരത്തിലുള്ള കുറേ പോയിൻറ്റ്സ്. ദെൻ എക്കോണമിയെ സംബന്ധിച്ചോ സ്റ്റിമുലേറ്റ്സ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, സേവ് ദി എക്കോണമി ഫ്രം ഡിപ്രഷൻ, ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്താണ് എക്കോണമിക്ക് ഇതെന്താണ് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് മാർക്കറ്റഡ് എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് മാർക്കറ്റഡ്, നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വാട്ട് ആർ ഗോയിങ് ടു ബി മാർക്കറ്റ്, നമ്മൾ എന്തെല്ലാമാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് പീപ്പിൾ മാർക്കറ്റ് 10 ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്. ഓക്കെ, 10 തരത്തിലുള്ള എൻറ്റിറ്റീസ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഗുഡ്സ് മാർക്കറ്റ് ചെയ്യാം, സർവീസിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, ഇവൻറ്റ്, അല്ലേ? ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുക എന്ന് പറയുന്നത് അതൊരു ഇവൻ്റാണ്, അതിന് മാർക്കറ്റ് ചെയ്യാം, അല്ലേ? ട്രേഡ് ഷോകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം, അപ്പോൾ ഇവൻറ്റുകൾ മാർക്കറ്റ് ചെയ്യാം. എക്സ്പീരിയൻസിന്, ഒരാളുടെ എക്സ്പീരിയൻസ് അത് മാർക്കറ്റ് ചെയ്യാം. പേഴ്സൺസ്, സെലിബ്രിറ്റി മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, മ്യൂസീഷ്യൻസ്, ഓക്കെ, ഫിസിഷ്യൻസ്, ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആളുകൾ. സോ പേഴ്സൺസിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ദെൻ അതുപോലെ പ്ലേസ് മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ് മാർക്കറ്റ് ചെയ്യാം, ഓർഗനൈസേഷൻ മാർക്കറ്റ് ചെയ്യാം, ഇൻഫോർമേഷനെ മാർക്കറ്റ് ചെയ്യാം, ഐഡിയാസ്. സോ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ, ഇത് 10 ഉണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ 10 പോയിൻ്റ് ജസ്റ്റ് മനസ്സിലൊന്ന് ഇട്ട് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ എസ്സേക്കൊക്കെ നമ്മൾ ചോദിക്കാറുള്ള എന്നൊരു ഭാഗമാണ്. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിങ്ങിന്. ഓക്കെ, ഇതിൽ ഈ ഒരു ചാർട്ട് ഉണ്ടല്ലോ,
ഇത് ബൈ ക്ലാർക്ക് ആൻഡ് ക്ലാർക്കാണ്. ഓക്കെ, ക്ലാർക്ക് ആൻഡ് ക്ലാർക്ക്. അപ്പോൾ ഈ എന്താണ് ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? നമുക്ക് 4 ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിങ്ങിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് റിസർച്ച്, അതുപോലെ തന്നെ ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ, ഫങ്ഷൻ ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ, ബാക്കിയുള്ളവർക്കൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഫങ്ഷൻ എന്ന് പറയും. ഈ ഫങ്ഷൻ ഓഫ് റിസർച്ചിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്: മാർക്കറ്റിംഗ് റിസർച്ചും പ്രൊഡക്റ്റ് പ്ലാനിങ്ങും. അതാണ് റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എന്താണ് ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്? ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ ഉൽപ്പാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് സാധനം കൈമാറ്റം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വരും. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു ദി കൺസ്യൂമർ. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ബൈയിങ് ആൻഡ് അസംബ്ലിങ്ങും സെല്ലിങ്ങും. ബൈയിങ് ആൻഡ് അസംബ്ലിങ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ, ശേഖരിക്കുക, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിർമ്മാതാക്കളുണ്ടല്ലോ, മാനുഫാക്ചേഴ്സ്, അവർ റോ മെറ്റീരിയൽ എന്താണ് വാങ്ങുന്നുണ്ട്, എന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് ട്രേഡേഴ്സും അതുപോലെ മിഡിൽമാൻമാരൊക്കെ എന്താണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതി ബൈയിങ് ആൻഡ് അസംബ്ലി, വാങ്ങുക ശേഖരിക്കുകയൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അസംബ്ലിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ് എന്നാണ് അസംബ്ലിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സെല്ലിങ്, സെയിൽ. എന്താണ് യഥാർത്ഥത്തിൽ സെയിൽ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ വാങ്ങുന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ പണമൊക്കെ എന്താണ് വാങ്ങിയിട്ട് ഉടമസ്ഥാവകാശം അയാൾക്ക് കൈമാറുകയാണ്. ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെയിൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ബൈ ദി സെല്ലർ ടു ദി ബയർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് എന്നാണ് സെയിലിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ. എന്താണ് ഫിസിക്കൽ സപ്ലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഫിസിക്കൽ സപ്ലൈയിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആണ്. സാധനങ്ങൾ എന്താണ് മൂവ് ചെയ്യുക, എവിടുന്ന് എങ്ങോട്ട്? ഇത് കൺസംഷൻ പ്ലേസിൽ നിന്നും എന്താണ് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അവിടെയാണ് അപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു അനിവാര്യത വരുന്നത്. സോ ഫിസിക്കൽ സപ്ലൈയിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ട്: ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ്, ദെൻ പാക്കേജിങ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രത്യേകത എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ദി പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി പ്ലേസ് ഓഫ് കൺസംഷൻ. പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് എവിടേക്ക് പോവാണ്? കൺസംഷൻ പ്ലേസിലേക്ക് പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ആളുകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ അത് കിട്ടുകയാണ്. സോ സ്ഥലപരമായിട്ടുള്ള തടസ്സം നീങ്ങി കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് പ്ലേസ് യൂട്ടിലിറ്റി പ്രദാനം ചെയ്യും എന്ന് പറയാൻ കാരണം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ്. സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ് എന്താണ്? സാധനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് വെയർ ഹൗസിംഗ് എന്നുള്ള സംവിധാനം ഉള്ളതുകൊണ്ടാണ് പറ്റുന്നത്. ഇറ്റ് ഹെൽപ്സ് ദി ബിസിനസ് ഫേം ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരുപാട് ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുക, ആവശ്യമുള്ള സമയത്ത് ഇറക്കിയാൽ മതി. ഇപ്പോൾ കുടയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് മഴക്കാലത്തല്ല, വേനൽക്കാലത്ത് തന്നെ കുട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇവിടെ മഴക്കാലത്ത് ഇറക്കും. ഓക്കെ, സോ ഇറ്റ് ക്രിയേറ്റ് ടൈം യൂട്ടിലിറ്റി. അപ്പോൾ സ്റ്റോറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നതാണ് ടൈം യൂട്ടിലിറ്റി പ്രദാനം ചെയ്യുന്നു. ഈ 2 പോയിൻ്റ് നിങ്ങളൊന്ന് ഓർമ്മിക്കണം. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് പ്ലേസ് യൂട്ടിലിറ്റി പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സ്റ്റോറേജ് എന്താണ്? ടൈം യൂട്ടിലിറ്റി പ്രദാനം ചെയ്യുന്നു. ഓക്കെ, ദെൻ പാക്കേജിങ്. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് എന്താ വെച്ചാൽ കാര്യമായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ബാക്കിയുള്ള ഫങ്ഷനൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ വരും? ഈ ഫെസിലിറ്റേറ്റീവ് ഫങ്ഷനിൽ വരും. ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ഹെൽപ്പ് ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ അതിൽ ഫിനാൻസിങ് വരും, ഇൻഷുറൻസ് വരും, സ്റ്റാൻഡർഡൈസേഷൻ, പ്രൈസിങ്, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പാക്കേജിങ്, ബ്രാൻഡിങ്, എക്സെട്ര വാട്ട് എവർ മേ ബി. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരും ഭാഗങ്ങൾ ഡീറ്റെയിൽഡിലേക്ക് പോകും. സോ ഇതാണ് നമ്മളെന്താണ് ഒരു ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് മാർക്കറ്റിങ്ങിനെ നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് അനാവരണം ചെയ്താൽ നമുക്കിങ്ങനെ മനസ്സിലാവും. ഡീറ്റെയിൽഡിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഓരോന്നും നമുക്ക് എന്താണ് ഡീറ്റെയിലേക്ക് പോകാം പിന്നീട്. ഓക്കെ, റീസെൻറ്റ് മാർക്കറ്റ് ഇന്നോവേഷൻ, ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓർമ്മയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോയി നോക്കാം.
സോഷ്യൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് തിയറീസ് ആൻഡ് ടെക്നിക്സ് ടു സോഷ്യൽ സിറ്റുവേഷൻ എന്നാണ്. ഇപ്പോൾ പബ്ലിക് ക്യാമ്പയിൻ നടത്തുക. ഓക്കെ, ആൽക്കഹോളിനെതിരായിട്ട് നമ്മൾ എന്താണ് പബ്ലിക് ക്യാമ്പയിൻ ഫോർ ടേക്കിംഗ് ആൽക്കഹോൾ, സിഗരറ്റ് ആൻഡ് നർക്കോട്ടിക്സ്, ഇതൊക്കെ സോഷ്യൽ മാർക്കറ്റിംഗ് ആണ്. ദെൻ ഡീമാർക്കറ്റിംഗ് ഉണ്ട്. ഡീമാർക്കറ്റിംഗ് അത് ഡിസ്കറേജ് കൺസ്യൂമേഴ്സ് ഫ്രം ബൈയിങ് ഓർ കൺസ്യൂമിങ്, അതാണ് ഡീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് നെഗറ്റീവായിട്ടുള്ളതാണ്. പ്രോസസ് ഓഫ് ഡിസ്കറേജിങ് കൺസ്യൂമേഴ്സ് ഫ്രം ബൈയിങ് ഓർ കൺസ്യൂമിങ്. ചില സാധനങ്ങളൊക്കെ ബൈ ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നതൊക്കെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ്. റീമാർക്കറ്റിംഗ്, ക്രിയേറ്റിംഗ് ന്യൂ യൂസേഴ്സ് ഫോർ ആൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, അതാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മെറ്റാ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, മെറ്റാ മാർക്കറ്റിംഗ് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് to widen the horizon of marketing by covering non-business organizations like school, hospitals. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അതാണ് മെറ്റാ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിങ്ക്രോ മാർക്കറ്റിംഗ്. സിങ്ക്രോ മാർക്കറ്റിംഗ് ഇറ്റ് ട്രൈസ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ by adopting some measures by charging high prices in peak period and low prices in during off season. ഇതാണ് ഹൈ പ്രൈസസ് ഇൻ പീക്ക് പീരിയഡ് ആൻഡ് ലോ പ്രൈസസ് ഡ്യൂറിങ് ഓഫ് സീസൺ. അതാണ് സിങ്ക്രോ മാർക്കറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ കൗണ്ടർ മാർക്കറ്റിംഗ് ഉണ്ട്. കൗണ്ടർ മാർക്കറ്റിംഗ് ഇറ്റ് കൺസേൺഡ് വിത്ത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് to destroy the demand of certain product because of their evil effect of customer. ഇപ്പോൾ ആൽക്കഹോളിനെതിരെയൊക്കെ ആയിട്ട് നമ്മൾ നടത്തുന്നത് കൗണ്ടർ മാർക്കറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, മനഃപൂർവ്വമായിട്ട് നമ്മളൊരു അറ്റംപ്റ്റ് നടത്തുകയാണ് ടു ഡിസ്ട്രോയ് ദി ഡിമാൻഡ് ഓഫ് സർട്ടൻ പ്രൊഡക്റ്റ്. ഇത്തരത്തിലുള്ള ഡ്രഗ്സ് പോലുള്ള ഐറ്റംസിനൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ഡിമാൻഡ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് കൗണ്ടർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കൗണ്ടർ പോയിൻ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അവിടെയൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ടറിങ് ആണ്. ഓക്കെ, ആർഗ്യുമെൻ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ മാസ് മാർക്കറ്റിംഗ്. മാസ് മാർക്കറ്റിംഗ് എന്താണ്? മാസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ടു ദി ലാർജസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. ഈ മാസ് മാർക്കറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറഞ്ഞാൽ മാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും, മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, മാസ് പ്രൊമോഷൻ ഉണ്ടാവും, ഓൺലി വൺ പ്രോഡക്റ്റ് ഫോർ ഓൾ ബയേഴ്സ്. ഇപ്പോൾ നിർമ്മ വാഷിംഗ് പൗഡർ അല്ലേ, ഡിറ്റർജൻറ്റ്, ടോയ്ലറ്റ്, ഈ ഇതൊക്കെ നിർമ്മേൻ്റെ ഒറ്റ നിർമ്മ എന്നുള്ള ഒരു ഗണത്തിൽ വരുന്ന അതിൻ്റെ വാഷിംഗ് പൗഡർ, ഡിറ്റർജൻറ്റ്, ടോയ്ലറ്റ് സോപ്പ്, എല്ലാ ബയേഴ്സിനും എന്താണ് ഒരു പ്രൊഡക്റ്റ്, എന്നിട്ടൊരു മാസ് മാർക്കറ്റിംഗ് ആണ്. ഇതാണ് മാസ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസ് പ്രൊഡക്ഷനും മാസ് ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു ലാർജസ്റ്റ് സെഗ്മെൻ്റ് ആണ്, പോപ്പുലേഷൻ്റെ ഒരു ലാർജസ്റ്റ് സെഗ്മെൻ്റാണ് ഇവിടെ എന്താണ് ഒരു ലക്ഷ്യം വയ്ക്കുന്നത്. ഓക്കെ, ദെൻ സെഗ്മെൻറ്റേഷനൊക്കെ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷനൊക്കെ നമ്മൾ വരുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ദെൻ മെഗാ മാർക്കറ്റിംഗ് ഉണ്ട്. മെഗാ മാർക്കറ്റിംഗ്. ഓക്കെ, മെഗാ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ടു എൻറ്ററിങ് ഇൻ ടു എ ബ്ലോക്ക്ഡ് കൺട്രി ആൻഡ് പ്രാക്ടീസ് മാർക്കറ്റിംഗ് ബൈ യൂസിങ് എക്കണോമിക്, സൈക്കോളജിക്കൽ, പൊളിറ്റിക്കൽ and public relations skill and gaining the cooperation of several parties in that country. ഇപ്പോൾ പെപ്സി, കൊക്കക്കോല എന്നൊക്കെ നടത്തിയിരുന്ന സ്ട്രാറ്റജികൾ ഇതൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കൺട്രിയിലേക്ക് വന്നപ്പോൾ അത് എന്താണ് നമ്മുടെ രാജ്യത്തെ എക്കണോമിക്കായിട്ടും സൈക്കോളജിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ എന്താണ് കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൈമുതലാക്കിക്കൊണ്ടാണ് ഇവിടേക്ക് എന്ത് ചെയ്തത്, ആ ഒരു പ്രോഡക്റ്റ് ഇറക്കി അവർ വിജയിപ്പിച്ച് ലാഭം കൊയ്യുന്നത്. ഓക്കെ, ഇന്നും പിന്നെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ, രണ്ട് കൺട്രീസ് എന്താണ് ലോകത്ത് എന്താണ് കൊക്കക്കോല അതുപോലെ തന്നെ എന്ത് മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ വാങ്ങാനും വിൽക്കാനും പറ്റാത്ത സ്ഥലമുണ്ട്. അത് ക്യൂബ, നോർത്ത് കൊറിയയിലേക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ദീർഘകാലമായിട്ട് US വ്യാപാര നിരോധനത്തിലാണ് ഈ ക്യൂബയും നോർത്ത് കൊറിയയൊക്കെ. ഓക്കെ, സോ ക്യൂബ ഏകദേശം 962 മുതലും അതുപോലെ തന്നെ ഉത്തര കൊറിയ ഏകദേശം 950 മുതലും ഈ യുഎസിൻ്റെ പ്രൊഡക്റ്റാണല്ലോ ഇപ്പോൾ ഈ കൊക്കക്കോലയൊക്കെ. ഓക്കെ, അവരിന്നൊക്കെ എന്താണ് വ്യാപാര നിരോധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്തിൽപ്പെട്ട സംഭവങ്ങളാണൊക്കെ. ഓക്കെ, സോ മെഗാ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്.
ഓക്കെ, നമ്മുടെ രാജ്യത്തെ വിഭവശേഷികളൊക്കെ അവരെന്താണ് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാണ്, മാർക്കറ്റ് ചെയ്യാണ്. ദെൻ റെസിപ്രോക്കൽ മാർക്കറ്റിംഗ്, മോസ്റ്റ്ലി ഇൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ്. എക്സാമ്പിൾ, എ കമ്പനി അപ്രോച്ചസ് ടു ബി കമ്പനി ഫോർ സെല്ലിംഗ് ഇസ് പ്രോഡക്റ്റ്. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്യുക, എന്താണ്, ഞങ്ങളിത് വിൽക്കണം നിങ്ങളെന്ന് പോലെ. അതുപോലെ ഈ കമ്പനി മറ്റൊരു. സോ എ ടു ബി ആൻഡ് ബി ടു എ ആൾസോ. ഇതാണ് റെസിപ്രോക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഗ്രീൻ മാർക്കറ്റിംഗ് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാലോ. ഓക്കെ, എക്കോ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് എന്നാണ് അല്ലേ. ദെൻ ഇവൻറ്റ് മാർക്കറ്റിംഗ്. ഇവൻറ്റ് മാർക്കറ്റിംഗ് എന്നാൽ മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഈവൻറ്റ്സ് വിച്ച് ഹാസ് മാക്സിമം ഓഡിയൻസ്. ഓക്കെ, നമ്മൾ IPL ഒക്കെ ഇപ്പോൾ ഇതിൽ പെടുത്താൻ വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, ഇപ്പോൾ കണ്ടക്റ്റിംഗ് മ്യൂസിക്കൽ നൈറ്റ്, ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, അതൊക്കെ ഇവൻറ്റ് മാർക്കറ്റിംഗ്, ഇവൻറ്റിനെ മാർക്കറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ മോർഫ് മാർക്കറ്റിംഗ്. മോർഫ് മാർക്കറ്റ് ആണ് ആഡ് വാല്യൂ ടു ദി പ്രോഡക്റ്റ് ഫോർ വിന്നിങ് കസ്റ്റമർ ലോയൽറ്റി. എക്സാമ്പിൾ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മൊബൈൽ ടവർ ഇൻ മാക്സിമം പ്ലേസസ്. അതാണ് മോർഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ മാക്സിമം കസ്റ്റമേഴ്സിനൊക്കെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി അത് നേടിയെടുക്കുക. ഓക്കെ, ദെൻ ഓഗ്മെൻറ്റഡ് മാർക്കറ്റിംഗ്. ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് എന്താണ്, പ്രൊഡക്റ്റ് ഭാഗങ്ങളെ കുറിച്ച് പറയാം. അപ്പോൾ ഡീറ്റെയിൽഡ് പറയാം. ഓഗ്മെൻറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബെനിഫിറ്റ് ഇൻ ദി ഷേപ്പ് ഓഫ് അഡീഷണൽ കസ്റ്റമർ സർവീസ്. ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം എന്താണ്, ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ചില ബെനിഫിറ്റ് കൂടി നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിന് ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഓഗ്മെൻറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കൂടുതൽ നമുക്ക് ആ ഘട്ടം വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ഉണ്ട്. ബൈയിങ് ദി പ്രോഡക്റ്റ് ത്രൂ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ ജാപ്പാനിൽ ഇതിനെ ഈ വേർഡ് മൗത്ത് മാർക്കറ്റിംഗ് എന്നതിനെ പ്രധാനമായിട്ടും അവർ വിളിക്കുന്നത് കുച്ചി കോമി എന്നാണ്. ഓക്കെ, ദെൻ ഓവർ മാർക്കറ്റിംഗ്. ഓവർ മാർക്കറ്റിംഗിനെ ടു ഇൻക്രീസ് സെയിൽസ് ബൈ നെഗ്ലക്റ്റിംഗ് ക്വാളിറ്റി കൺട്രോൾ, ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് എക്സെട്ര. അവിടെ ക്വാളിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ ക്വാളിറ്റിയൊക്കെ അവരെന്താണ് അവഗണിക്കുകയാണ്. എന്നിട്ട് എന്താണ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. അതാണ് ഓവർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും എന്താണ് സെയിൽസ് ഓവറാക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ കാണുന്നത്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഉണ്ട്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സായിട്ട് നല്ല കോണ്ടാക്റ്റ് നിലനിർത്തുകയാണ്. അതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. മാർക്കറ്റർ ഹാസ് ടു കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്നത് വിത്ത് റെഗുലർ കസ്റ്റമേഴ്സ്. ഓക്കെ, ദെൻ സ്പോട്ട് മാർക്കറ്റിംഗ് ഉണ്ട്. സ്പോട്ട് മാർക്കറ്റ് പേര് പോലെ തന്നെ മാർക്കറ്റ് വെർ ഗുഡ്സ് ആർ ട്രാൻസാക്റ്റഡ് ഓൺ ദി സ്പോട്ട് ഓർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതാണ് മാർക്കറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സ്പോട്ട് മാർക്കറ്റിംഗ്. ദെൻ ഫ്യൂച്ചർ മാർക്കറ്റ്. ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇപ്പം എന്നുള്ള ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നില്ല. മാർക്കറ്റ് വേർ ദർ ഈസ് നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്. റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ടറി മെഷേഴ്സ് ആണ്. ദെൻ ബുള്ളിയൻ മാർക്കറ്റിംഗ്, മാർക്കറ്റ് ഇൻ വിച്ച് ഗോൾഡ് ആൻഡ് സിൽവർ ആർ ഗോൾഡ്. ഇതൊക്കെ പലതരത്തിലുള്ള മാർക്കറ്റുകളാണ് കേട്ടോ. ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോൾസെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. മാർക്കറ്റ്സ് ഇൻ വിച്ച് ബൾക്ക് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഓക്കെ, അതാണ് ഹോൾസെയിൽ. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റിംഗ്, മാർക്കറ്റ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ഡെറിവേറ്റീവ് ഒക്കെ ഭാഗങ്ങൾ. ദെൻ മണി മാർക്കറ്റിംഗ്, മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട് അല്ലേ. കാൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബില്ല്, ഇതൊക്കെ എന്താണ് അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, മാർക്കറ്റ് വേർ കറൻസീസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം മാർക്കറ്റുകളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, മാർക്കറ്റ് വേർ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സെട്ര ആർ ട്രേഡഡ് അല്ലേ. ഷെയർ, സെക്യൂരിറ്റി മാർക്കറ്റ്, സെക്യൂരിറ്റി ഈ ഒരു ഭാഗത്താണ് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെല്ലർ മാർക്കറ്റ്, മാർക്കറ്റ് വേർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. ഇതാണ് സെല്ലർ മാർക്കറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതല്ല കേട്ടോ. സെല്ലർ മാർക്കറ്റും ബയർ മാർക്കറ്റും. ഓക്കെ, ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. സപ്ലൈയേക്കാൾ കൂടുതൽ എന്താണ് ഡിമാൻഡ്. നേരെ ഓപ്പോസിറ്റ് ബയർ മാർക്കറ്റ് വേർ സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. ഓക്കെ,
ദെൻ കൺവേർഷണൽ മാർക്കറ്റിംഗ്, മാർക്കറ്റ് ദാറ്റ് കൺവേർട്ട് നെഗറ്റീവ് ഡിമാൻഡ് ടു പോസിറ്റീവ് ഡിമാൻഡ്, നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി കൺവേർട്ട് ചെയ്യും. ദെൻ അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്. അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ സ്ട്രാറ്റജി വേർ ദി പ്രൊഡ്യൂസർ ഓർ മാർക്കറ്റർ ഡസ് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ചെറിയ കുട്ടികൾക്ക്, വലിയ ആളുകൾക്ക്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് ഇന്ന ടൂത്ത് പേസ്റ്റ് ഒന്നും പറയുന്നില്ല. ഒറ്റ ടൂത്ത് പേസ്റ്റ് ഓക്കെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. ഓക്കെ, അവിടെ ഏജ് ലിമിറ്റ് ഒന്നും അവിടെ ബാധകമില്ല. സോ അതാണ് അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഐഡൻറ്റിഫൈങ് ആൻഡ് പ്രൊവൈഡിങ് ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് മിക്സ് ഫോർ ഈച്ച് ഓഫ് ദി സെഗ്മെൻറ്റ്. അല്ലേ, കുട്ടികൾക്ക് ഇത് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സോപ്പ്, വലിയ ആളുകൾക്ക് വേണ്ടി ബേബി സോപ്പ് അല്ലേ, വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സോപ്പ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റും ചെയ്യാം. ഓക്കെ, ടാർഗറ്റ് മാർക്കറ്റിംഗ്, ദി പ്രോസസ് ഓഫ് assessing the relative worth of different market segments and selecting one or more segment in which to compete. ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളെ മുഴുവൻ എഫേർട്ടും നമുക്കെന്താണ് ഒരു സിംഗിൾ സെലക്റ്റഡ് മാർക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പുൾ ഓൾ എഫേർട്സ് ഓൺ എ സിംഗിൾ സെലക്റ്റഡ് മാർക്കറ്റ്. ഒന്നോ രണ്ടോ മാർക്കറ്റ് സെലക്ട് ചെയ്ത് അവിടേക്ക് നമ്മൾ ഫുൾ എഫേർട്ട് കൊണ്ടുവരുന്നതാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിഷ മാർക്കറ്റിംഗ്, സെർവിങ് എ സ്മോൾ മാർക്കറ്റ് നോട്ട് സെർവ്ഡ് ബൈ കോമ്പറ്റീഷൻ എന്നർത്ഥം. ഇപ്പോൾ അതായത് ഇതിലും ഏകദേശം നിഷ മാർക്കറ്റിങ്ങിലും ആ ടാർഗറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെ വരുന്നത് ചാനലൈസിങ് ഓൾ മാർക്കറ്റിംഗ് എഫേർട്സ് ടുവേർഡ്സ് വൺ വെൽ ഡിഫൈൻഡ് സെഗ്മെൻറ്റേഷൻ ഓഫ് ദി പോപ്പുലേഷൻ എന്നർത്ഥം. അതാണ് നിഷ മാർക്കറ്റിങ്ങും പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് നിഷ മാർക്കറ്റിംഗ് പരസ്പരം എന്താണ്, കോ റിലേറ്റഡ് ആണ്. ഓക്കെ.